നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ഇ വിസയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, യുകെയിലെ BRP കാർഡുകൾ അവർ നിർത്തലാക്കുകയാണ്. അതായത് ഫിസിക്കൽ കാർഡുകൾ നിർത്തലാക്കി എല്ലാം ഓൺലൈൻ ആക്കാനുള്ള ശ്രമമാണ് യുകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇ വിസ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം അവർ പറഞ്ഞത് ഡിസംബർ 31 മുമ്പ് ഇ വിസ ചെയ്തിരിക്കണമെന്നായിരുന്നു. പിന്നെ അത് മാർച്ച് 31 ആക്കി. ഇപ്പോൾ അവർ വീണ്ടും ജൂൺ 1 വരെ അതിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. അതായത് ജൂൺ 1 മുമ്പ് ഇ വിസയിലേക്ക് മാറണമെന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇ വിസയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളാണ് ഒരുപാട് പേര് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സർനെയിം ഇല്ലാത്തവർ, അതായത് പാസ്പോർട്ടിൽ ഗിവൺ നെയിം മാത്രം ഉള്ളവരാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത്. ഈ സർനെയിം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഗിവൺ നെയിം സർനെയിം കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ സർനെയിം ഇല്ലെങ്കിൽ പോലും അവർ ഗിവൺ നെയിം തന്നെ സർനെയിം ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും. അന്നേരം അത് കഴിഞ്ഞ് ഈ വിസയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ പാസ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എറർ കാണിക്കുന്നു. അന്നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സർനെയിം ഇല്ലെങ്കിൽ നിങ്ങൾ ഇ വിസയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സർനെയിം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് നെയിം എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗിവൺ നെയിം മാത്രം കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് ഗിവൺ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇ വിസയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇ വിസ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ വിസയിൽ എറർ ഇൻ ദ ഇ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എറർ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നെയിമിൻ്റെ ഒക്കെ എറർ ആണെങ്കിൽ സാധാരണ അവർ നമ്മൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ പറയും. അന്നേരം അതിനകത്ത് എറർ ഇൻ ദ നെയിം എന്നുള്ള റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പേജിൽ ഒരു ഫോം ഒക്കെ കിട്ടും. ആ ഫോമൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്താൽ മതി നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ നിങ്ങൾ നിങ്ങളുടെ BRP കാർഡ് കളയരുതെന്നാണ് അവർ പറയുന്നത്. ആ ഫിസിക്കൽ കാർഡ് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. കാരണം ഫ്യൂച്ചറിലുള്ള വിസ ആപ്ലിക്കേഷൻസിനെല്ലാം തന്നെ നമുക്ക് ആ BRP കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ബയോമെട്രിക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നിലവിലുള്ള സ്ഥിതിയിൽ ഇപ്പോൾ ഈ വിസ ഉള്ളവർക്കെല്ലാം BRP കാർഡ് ഇല്ലാതെ തന്നെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും അവർ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് പോയി നമ്മുടെ ഫോട്ടോയും ബയോമെട്രിക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനി ഫ്യൂച്ചറിൽ മിക്കവാറും അവർ ഈ വിസ ഉള്ളവർക്ക് അതിൽ നിന്ന് കൊണ്ട് തന്നെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് തരുമായിരിക്കും. അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് BRP കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത്. അന്നേരം ഈ വിസയുമായിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പാസ്പോർട്ട് ഒന്ന് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നാട്ടിലോട്ട് പോകുന്നവർക്ക്, ഇപ്പം ഞാനൊക്കെ പോയപ്പോൾ അവർ പ്രത്യേകിച്ച് പാസ്പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അവർ നമ്മുടെ ഈ വിസ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത് കാണിച്ചു. ചിലവരുടെ അടുത്ത് അവർ ഷെയർ കോഡ് ചോദിക്കുന്നുണ്ട്. ചിലവരുടെ അടുത്ത് അത് ഓൺലൈനിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ BRP കാർഡും കൈ വെച്ചേക്കാൻ ശ്രദ്ധിക്കുക. കാരണം UK ഗവൺമെൻറ് ഇപ്പോൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ജൂൺ 1 വരെ അത് വാലിഡ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അതായത് ആദ്യമായിട്ട് വിസ കിട്ടി ഇങ്ങോട്ട് വരുന്നവർ ഈ വിസ ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ വിസ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ അവർ 3 മന്ത്സിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നുണ്ട്. ആ 3 മന്ത്സിനുള്ളിലാണ് യുകെയിലേക്ക് വരുന്നതെങ്കിൽ മറ്റൊന്നും പേടിക്കേണ്ട. നമുക്ക് ആ വിസ എയർപോർട്ടിൽ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് യുകെയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇതാണ് ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ. നിങ്ങളുടെ ഈ വിസയിൽ ഇപ്പോൾ ഈ വിസ മൂലം ഒരുപാട് പേർക്ക് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം കറക്റ്റായിട്ടുള്ള ഈ വിസ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഷെയർ കോഡ് എടുക്കാനോ എംപ്ലോയറിന് കൊടുക്കാനോ ഒക്കെ സാധിക്കുന്നില്ല. പിന്നെ പലർക്കും അവരുടെ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് പകരം ഡിപ്പെൻഡൻറ്റ് വരുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് പകരം സ്കിൽഡ് വിസ വന്നവരൊക്കെ ഉണ്ട് ഈ വിസ ചെയ്തപ്പോൾ. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള എററുകളുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുക. നമുക്ക് ജൂൺ വരെ ഇപ്പോൾ കാലാവധി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മൾ UK ജോലി ചെയ്യുന്നവർക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. UK ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, NHSലും അതുപോലെ തന്നെ സാലറിയുടെ ജോബൊക്കെ ഉള്ളവർക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരാഴ്ച സിക്ക് എടുക്കുക, 2 ആഴ്ച സിക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുൾ പേ കിട്ടും. ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും അവർക്ക് വ്യത്യസ്തമായ ക്രൈറ്റീരിയയാണ്. ചിലവർക്ക് 5 എപ്പിസോഡ് വരെ കിട്ടും, ചിലവർക്ക് ദിവസങ്ങളുടെ എണ്ണമാണ്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ മിക്ക NHSകളിലും എപ്പിസോഡുകളാണ്. അതായത് ഒരു സിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് 4-5 ദിവസം എടുത്താലും അതൊരൊറ്റ സിക്കായിട്ട് കൂട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമുണ്ട്. അന്നേരം അങ്ങനെ സാലറീഡ് ജോബ് ഉള്ളവർക്കെല്ലാം തന്നെ ഫുൾ പേയ്മെൻറ്റ് കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജോലിയുള്ളവർക്ക് ഒരു സിക്ക് വിളിച്ചാലൊന്നും ടെൻഷൻ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരാഴ്ച സിക്കായിട്ട് ജോലിക്ക് പോയില്ലെങ്കിലും വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം അവർക്ക് അവരുടെ ഫുൾ പേയ്മെൻറ്റ് തന്നെ ലഭിക്കുന്നത് കൊണ്ട് അവരുടെ മോർഗേജുകളും ക്രെഡിറ്റ് കാർഡുകളും മറ്റ് ചിലവുകളും എല്ലാം കറക്റ്റായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ മണിക്കൂറിന് സാലറി കിട്ടുന്നവരൊക്കെ ഉണ്ട്. മണിക്കൂറെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന അവർക്ക് മാത്രം ശമ്പളം കിട്ടുന്നവർ. ഇപ്പോൾ 50 അവർ ചെയ്താൽ 50 അവറിൻ്റെ മാത്രം ശമ്പളം കിട്ടും. 25 അവർ ചെയ്താൽ 25 അവറിൻ്റെ മാത്രം ശമ്പളം കിട്ടുന്ന ജോലിക്കാരുണ്ടായിരുന്നു. കൂടുതലും അത് അടിസ്ഥാന ശമ്പളം ഉള്ളവരായിരുന്നു. അതായത് മിനിമം വേജ് ഉള്ളവർക്കായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്.
അന്നേരം മിനിമം വേജ് ഉള്ളവർക്കാണ് അവർ ചെയ്യുന്ന മണിക്കൂറിന് മാത്രം ശമ്പളം കിട്ടുന്നത്. അന്നേരം ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു സിക്ക് പേയുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇവർക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വളരെ തുച്ഛമായ പൈസ, ഏകദേശം ഒരു 121 പൗണ്ട് കണ്ട് മാത്രമേ ആഴ്ചയിൽ അവർക്ക് സിക്ക് പേ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതായത് ആഴ്ചയിൽ 500 രൂപയൊക്കെ സമ്പാദിക്കുന്നവർ, അതായത് 5 ദിവസം ജോലി ചെയ്താൽ 500 പൗണ്ട് എങ്ങനെയായാലും കിട്ടും. അങ്ങനെ 500 പൗണ്ടൊക്കെ കിട്ടുന്നവർക്ക് വെറും 121 പൗണ്ട് മാത്രമായിരിക്കും സിക്ക് പേ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത് പല ഫാമിലികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു മാസത്തിൽ 2 ആഴ്ച സിക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആകെ ചിലപ്പോൾ കിട്ടുന്നത് ആ 2 ആഴ്ചത്തത് കറക്റ്റായിട്ട് കിട്ടും. ബാക്കി 2 ആഴ്ചത്തേക്ക് അവർക്ക് 250 പൗണ്ടിന് താഴെ അവർക്ക് സിക്ക് പേ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ബഡ്ജറ്റുകളൊക്കെ താളം തെറ്റുമായിരുന്നു. അന്നേരം അങ്ങനെ ബഡ്ജറ്റ് താളം തെറ്റാതിരിക്കാൻ വേണ്ടി പലരും പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജോലിക്ക് പോകും. അതായത് ഹെൽത്തിനെ മാറ്റി വെച്ചുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ജോലിക്ക് പോകും. അതായത് സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ആഗ്രഹം കൊണ്ടല്ല. അന്നേരം ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഗവൺമെന്റ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇപ്പോൾ പുതിയൊരു റൂള് കൊണ്ടുവരികയാണ്. അതായത് ആ റൂൾ അനുസരിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ട് ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ സാലറീഡ് ജോബ് ഉള്ളവരുടെ അല്ല പറയുന്നത്, പെർമനന്റ് ആയിട്ട് സിക്ക് പേ കിട്ടുന്നവരുടെ കാര്യമല്ല പറയുന്നത്, അല്ലാതുള്ളവർക്ക് ഇങ്ങനെ കുറഞ്ഞ ഗവൺമെന്റ് സ്റ്റാറ്റുറ്ററി സിക്ക് പേ മാത്രം കിട്ടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് ഏതെങ്കിലും അസുഖം മൂലം ജോലിക്ക് പോകാതിരുന്നാൽ ഇനി തൊട്ട് അവർക്ക് അവരുടെ സാലറിയുടെ 80% കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്നാണ് ലേബർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ 500 പൗണ്ട് എല്ലാ ആഴ്ചയും കിട്ടുന്ന ഒരാൾക്ക് 400 പൗണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന നിയമം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ അത് വെറും 125 പൗണ്ടിന് താഴെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതാണ് 400 പൗണ്ടിലേക്ക് കൂടുന്നത്. അന്നേരം ഇത് വളരെ ആശ്വാസമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള സാധാ ജോലി ചെയ്യുന്നവർക്ക്. കാരണം ഇനി അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലും സാമ്പത്തികം നോക്കാതെ, അതായത് അവർക്ക് സാമ്പത്തികം നോക്കാതെ അവരുടെ ഹെൽത്ത് നോക്കി അവരുടെ ഹെൽത്ത് നന്നാക്കാൻ വീട്ടിലിരിക്കാവുന്ന ഒരു അവസരം ആണിത്. ഇത് ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് യു കെയെ സംബന്ധിച്ചോളം മറ്റു രാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട്, ഏഷ്യയിൽ നിന്നും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് യു കെയിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണിത്. കാരണം സിക്ക് പേ എന്നും പറഞ്ഞ് ഗവൺമെന്റ് കൊടുക്കുന്നത്, അതായത് നാഷണൽ മിനിമം വേജ്, സിക്ക് പേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനിശ്ചിതത്വങ്ങളൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കും. കാരണം നമുക്കൊരു നിശ്ചിത സാലറി കിട്ടും എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ജോലിക്ക് പോകാതിരുന്നാൽ പോലും. എന്നാലും ലേബർ ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയാണിത്. പക്ഷേ ഇതിനെതിരെയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഇതിനെതിരെയൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നാഷണൽ മിനിമം വേജ് കൂടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻസ് ഗവൺമെന്റിന് ഇവിടുത്തെ എംപ്ലോയേഴ്സ് കൊടുക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ സിക്ക് പേയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പല ബിസിനസ്സുകളെയും അത് ശക്തമായിട്ട് ബാധിക്കുമെന്ന് ഇവിടെയുള്ള ബിസിനസ് ഓണേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ യു കെയിൽ ലീസ് ഹോൾഡും ഫ്രീ ഹോൾഡ് ഹൗസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീട് നമ്മുടേതായിരിക്കും, പക്ഷേ അതിൻ്റെ ലാൻഡ് മറ്റൊരു ഓണറുടേതായിരിക്കും. അന്നേരം എല്ലാ വർഷവും നമ്മൾ ആ ലാൻഡ് ഓണർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പല ഫീസുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് യു കെയിലെ ഫ്ലാറ്റുകൾക്കാണ് അങ്ങനെ ലീസ് ഹോൾഡായിട്ട് വരുന്നത്. ഇപ്പോൾ യു കെയിലെ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. ഇനിയുള്ള പുതിയതായിട്ട് വരുന്ന ഫ്ലാറ്റുകൾക്ക് അങ്ങനെ ഒരു ലീസ് ഹോൾഡിന്റെ പരിപാടി പൂർണ്ണമായിട്ട് നിർത്തലാക്കി എല്ലാം ഫ്രീ ഹോൾഡുകൾ ആക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാൻഡിൻ്റെയും ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റെഫറൻസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.